കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കട്ടെ. വീണ്ടും നമുക്ക് പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് എന്നുള്ള ആ ടോപ്പിക്കിൽ നിന്നുകൊണ്ട് വചനം പഠിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നതോർ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട 2 ലേഖനങ്ങൾ നമുക്ക് ദൈവാശ്രയത്തിൽ അത് കവർ ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. നമുക്ക് ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓരോ അധ്യായങ്ങൾ കവർ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശുശ്രൂഷയിലും പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ആഴ്ച നമുക്ക് തിമോത്തിയോസിന്റെ 2 തിമോത്തിയോസ് 2-ാം അധ്യായമാണ് നമ്മൾ പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചത്. ഇന്ന് 3-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ വളരെ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം എടുത്തോർപ്പിക്കേണ്ട കാര്യം മാത്രം ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചകളിലും നമ്മൾ ചർച്ച ചെയ്ത പോലെ ഒരു ഫുൾ കവറായിട്ടുള്ള അധ്യായങ്ങൾ അല്ലെങ്കിൽ വാക്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പ്രധാനമായിട്ട് ഞാൻ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ അന്ത്യകാലം എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ഇവിടെ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയാം. അപ്പോസ്തലനായ പൗലോസിന്റെ സ്ഥിരം ശൈലി ഇവിടെ താൻ അവലംബിക്കുകയാണ്. പ്രാരംഭ ഭാഗത്തിൽ ഒന്നുകിൽ താൻ പ്രായോഗിക വശങ്ങളെ ചിന്തിക്കുന്നു, അതിനുശേഷമായിട്ട് ഉപദേശ സത്യങ്ങളെ താൻ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കുന്നു. ഇല്ലെങ്കിൽ ഉപദേശം ആദ്യം താൻ ആർക്കാണോ ഓഡിയൻസ് ആയിരിക്കുന്ന അവർക്ക് കൈമാറിയിട്ട് അതിനുശേഷം പ്രായോഗികമായ ചില വിഷയങ്ങളെ താൻ ഇവിടെ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്. എല്ലാ അധ്യായങ്ങളിൽ പോലെ തന്നെ ഈ അധ്യായത്തിലും പ്രായോഗികമായ ചില വിഷയങ്ങളാണ് താൻ ഇനി പറയാൻ പോകുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് പോലെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷ്യനിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായ ദൈവപ്രിയമില്ലാത്ത ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. വായിച്ചങ്ങ് ഞാൻ വരികയാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയാവുന്നതും മനസ്സിലാവുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അതിലൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഒരു വാക്യം നമുക്കിത് രാത്രി 2 വാക്യം ചിന്തിക്കാൻ പോകുന്നത്. ആരെങ്കിലും ഒരാള് 16ഉം 17ഉം വാക്യങ്ങൾ, 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. 14 മുതലുള്ള വാക്യം. നീയോ ഇന്നവരോട് പഠിച്ചത് എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷിക്കുകയും ജ്ഞാനിയാകുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസം ആകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു.
14 വാക്യത്തിൽ നീയോ ഇന്നവരോട് പഠിച്ചു എന്നറിയിക്കുക. അപ്പോൾ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും തന്നെ അല്ലെങ്കിൽ പൗലോസിനെ തന്നെ താനിവിടെ പ്രസന്റ് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ മറ്റുള്ള അപ്പോസ്തലന്മാരെയും അതിൽ താൻ ഉൾപ്പെടുത്തുന്നുണ്ട്. നീ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിനുള്ള വിശ്വാസത്താൽ നിന്നെ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാകുവാൻ മതിയായ തിരുവെഴുത്തുക്കളെ. അപ്പോൾ എന്താണ് ഇവിടെ തിരുവെഴുത്തുക്കൾ? ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയിച്ചും പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. വേദപുസ്തകത്തിന്റെ മറ്റൊരു പദമാണ് തിരുവെഴുത്തുക്കൾ. ഗ്രാഫെ എന്നുള്ള ഒരു ഗ്രീക്ക് പദമാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് 16-ാം വാക്യം, 16-17 വാക്യം. എല്ലാ തിരുവെഴുത്തുക്കളും ദൈവനിശ്വാസ്യമാണ്. നിങ്ങൾ ഒരു പക്ഷെങ്കില് തിയോളജി, ദൈവശാസ്ത്രത്തിലെ ഒരു ശാഖയായ ബിബ്ലിയോളജി എന്ന് പഠിച്ചിട്ടുണ്ടോ? ബിബ്ലിയോളജി പഠിച്ചിട്ടുണ്ടോ? എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സഹിച്ചാൽ മാത്രമേ ഉള്ളൂ അദ്ദേഹം ഒരു പഠിച്ചു എന്ന് പറഞ്ഞത്. ബിബ്ലിയോളജി മറ്റുള്ളവരെല്ലാവരും ബിബ്ലിയോളജി എന്ന് പറഞ്ഞാൽ വേദശാസ്ത്രം പഠിച്ചിട്ടുണ്ടാകാം എന്നാണ്. പഠിക്കാത്തവരുണ്ടോ? എനിക്കൊന്ന് അറിയണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പഠിക്കാത്തവരുണ്ട്? ഓക്കെ, പഠിക്കാത്തവരുണ്ട്. എൻ്റെ അമ്മമ്മ പഠിച്ചിട്ടില്ലെന്ന് പറയുന്നു. ഓക്കെ, എന്താണെങ്കിലും വേദശാസ്ത്രത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ധ്യാനിക്കാൻ പോകുന്നത്. എല്ലാ തിരുവെഴുത്തുക്കളും. അപ്പോൾ എന്താണ് തിരുവെഴുത്തുക്കൾ? ഏതാണ് എല്ലാ തിരുവെഴുത്തുക്കൾ? തിരുവെഴുത്തുക്കൾ എന്നിവിടെ സൂചിപ്പിക്കുന്നത് വേദപുസ്തകത്തിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പുസ്തകം തന്നെയാണ്. എന്നിരിക്കട്ടെ, എങ്കിലും അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം പഴയ നിയമവും ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും പഴയ നിയമം തിരുവെഴുത്തല്ല എന്നൊരിക്കലും പറയാൻ കഴിയത്തില്ല. പഴയ നിയമവും ഉൾപ്പെടെയാണ് തിരുവെഴുത്തുക്കൾ എന്ന് മറ്റുള്ള വാക്യങ്ങളിലൂടെ തൻ്റെ ഉദ്ദേശത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. താൻ എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? ഇറ്റ് ഈസ് ഫ്രം ദ ജനസിസ്. കാരണം ന്യായപ്രമാണം എന്ന് പറയുന്നത് ദ ടോറ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യാവർത്തനം, പഞ്ചഗ്രന്ഥങ്ങൾ. അതിനുശേഷം തോറ, കെത്തൂബീം, പിന്നെ മറ്റ് പാട്ടുപുസ്തകങ്ങൾ, പ്രവചന പുസ്തകങ്ങളിൽ നമുക്കറിയാം. പഴയ നിയമ ചരിത്ര പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? യോശുവ മുതലുള്ള പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. യോശുവ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ തുടങ്ങി എസ്ര വരെയുള്ള, അല്ലെങ്കിൽ എസ്തർ വരെയുള്ള പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. അതിനുശേഷം 5 പാട്ടുപുസ്തകങ്ങൾ: ഇയ്യോബ്, സങ്കീർത്തനം, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം. 5 പാട്ടുപുസ്തകങ്ങൾ. അതിനുശേഷം വരുന്ന വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും, എസെക്കിയേൽ, ദാനിയേൽ, യെശയ്യാവ്, യെരമ്യാവ്, 4 വലിയ പ്രവാചകന്മാര്. പിന്നെ ഹോശിയ തുടങ്ങി അവസാനം മലാക്കി വരെയുള്ള ചെറിയ പ്രവാചകന്മാര്. ഈ പഴയ നിയമ പുസ്തകങ്ങളെല്ലാം തന്നെ തിരുവെഴുത്തുക്കളാണെന്ന് പല വാക്യങ്ങളിലൂടെ അപ്പോസ്തലനായ പൗലോസ് സമർത്ഥിക്കുകയാണ്. ഇനി പുതിയ നിയമത്തിലെ സുവിശേഷ പുസ്തകങ്ങളടക്കം നമ്മൾ കയ്യിലേന്തിയിരിക്കുന്ന വെളിപ്പാട് പുസ്തകം വരെയുള്ളത് തിരുവെഴുത്ത് തന്നെയാണ്. എന്നാൽ ആ സമയത്ത് വെളിപ്പാട് പുസ്തകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം തന്നെ മറുപടി പറയാൻ. യോഹന്നാന്റെ സുവിശേഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം അതിനുശേഷം വരുന്നതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ, എന്നാൽ നമ്മൾ ഇന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളും തിരുവെഴുത്ത് തന്നെയാണ്. എന്നാൽ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. അത് നിങ്ങൾക്ക് സ്വയം കാരണം ഞാനിത് പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാനോനികം
വേദപുസ്തക കാനോനികം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാനോനികത്തിൽ വരുന്നതാണ് ഈ 66 പുസ്തകങ്ങൾ എങ്ങനെ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാനോനികമാണ്. അതൊക്കെ ഒരു വേദശാസ്ത്രത്തിന്റെ ബിബ്ലിയോളജിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും തൊടുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ നമ്മൾ ഇവിടെ കണ്ട എല്ലാ തിരുവെഴുത്തുക്കളും ദൈവനിശ്വാസ്യമാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. എന്താണ് ദൈവനിശ്വാസ്യം? അവിടെ ഇംഗ്ലീഷ് വാക്ക് ഗോഡ് ബ്രെത്ത് എന്നാണ്. ഓൾ സ്ക്രിപ്റ്റേഴ്സ് ആർ ഗോഡ് ബ്രെത്ത്, ഇല്ലെങ്കിൽ ഓൾ സ്ക്രിപ്റ്റേഴ്സ് ആർ ഇൻസ്പയർഡ് എന്നൊരു വാക്ക് കാണുന്നുണ്ട്. ഇൻസ്പയർഡ്, ഇൻസ്പിറേഷൻ. വേദശാസ്ത്രത്തിൽ ഒരു പഠന ഭാഗമാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇൻസ്പിറേഷൻ നിങ്ങൾ അത് പഠിച്ചു കാണും. ദൈവനിശ്വാസീയത. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ ഗോഡ് ബ്രെത്ത്. ശരിക്കും അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ശ്വാസം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവവചനം എന്നാൽ ദൈവത്തിന്റെ ശ്വാസമാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഞാനിത് നിങ്ങളോട് ചോദിക്കാം. സാധാരണ ഇൻസ്പിറേഷൻ എന്നുള്ള വാക്ക് ഒരു ലാറ്റിൻ വാക്കാണ്. ഇൻസ്പൈറോ എന്നുള്ള ഒരു പദത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് ഇൻസ്പിറേഷൻ എന്നുള്ള ലാറ്റിൻ ഇംഗ്ലീഷ് ഭാഷ. ഇൻസ്പിറോ എന്നുള്ളൊരു വാക്കിന്റെ അർത്ഥം അകത്തേക്ക് ശ്വാസം എടുക്കുക എന്നുള്ളതാണ്. അകത്തേക്ക് ശ്വാസം എടുക്കുക. ഇൻസ്പിറേഷൻ, ഇൻടേക്ക്, അകത്തോട്ട് എടുക്കുക. ഇൻസ്പിറേഷൻ നമുക്കറിയാം. ഇൻഹെയിൽ, ഇൻസ്പയർ, അകത്തേക്ക് എടുക്കുന്നതാണ് ഇൻ എന്നുള്ള വാക്ക് സാധാരണ ഉച്ചരിക്കുന്നത്. അപ്പൊ ഇൻസ്പിറേഷൻ, അകത്തേക്കെടുത്ത ശ്വാസം. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞാൽ സന്തോഷമാണ്. ദൈവം എന്ന് പറയുന്നത് ദൈവം അകത്തേക്കെടുത്ത ശ്വാസമാണോ അതോ പുറത്തേക്ക് വിട്ട ശ്വാസമാണോ? പുറത്തേക്ക് വിട്ടതാണ്. അത് പറയുന്ന എനിക്കറിയാം. പക്ഷെ അത് തെളിവ് പറയണം. അത് എങ്ങനെയാണ് അത് സമർത്ഥിക്കാൻ കഴിയുക? എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവായി. അല്ലല്ല, അത് ശരിക്കും പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വാർത്ത അല്ലെങ്കിൽ വചനം എന്നുള്ളൊരു ഭാഗത്തേക്കാണ് വരുന്നത്. പക്ഷെങ്കില് ഞാൻ ഈ പദത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. ദൈവത്തിന്റെ ശ്വാസം, ദൈവനിശ്വാസീയത എന്ന ഈ പദം, ആ ദൈവത്തിന്റെ ശ്വാസം എന്നാണ് ശരിക്കും പറഞ്ഞാൽ അതിന് തർജ്ജിമ കൊടുത്തിരിക്കുന്നത്. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ: ദൈവം അകത്തേക്കെടുത്ത ശ്വാസമാണോ പുറത്തേക്ക് വിട്ട ശ്വാസമാണോ ദൈവവചനം? സിമ്പിൾ ചോദ്യമാണ്. പക്ഷെങ്കിൽ അത് പുറത്തേക്ക് വിട്ടതാണ് അല്ലെങ്കിൽ അകത്തേക്ക് എടുത്തതാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടാകണം എന്ന് ഉണ്ടല്ലോ. അതെന്താണെന്നും കൂടെ പറയുവാണെങ്കിൽ സന്തോഷമായിരുന്നു. എല്ലാവരുടെ മൗനം അനുവാദമായി എടുത്തുകൊണ്ട് ഞാനങ്ങ് തുടരുവാണ്. സ്തോത്രം. ശരിക്കും സായിപ്പന്മാർ തെറ്റിപ്പോയി. അവിടെയാണ് വിഷയം. സായിപ്പ് ട്രാൻസ്ലേഷൻ ചെയ്ത് വന്നപ്പോൾ അവർ ഇൻസ്പിറേഷൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. ദൈവത്തിന്റെ ശ്വാസം എന്ന് പറഞ്ഞപ്പോൾ അവര് മൂലഭാഷയിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ഇതാണ് യഥാർത്ഥ കാരണം. പ്ന്യൂമ എന്നുള്ളൊരു വാക്കാണ്. ന്യൂമ എന്നൊക്കെയുള്ള വാക്ക് നിങ്ങൾക്കറിയാം. ന്യൂമാറ്റോസ് എന്നൊരു പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം നിമോണിയ എന്നുള്ള പദമൊക്കെ. നിമോണിയ അത് ഈ ന്യൂമ എന്ന വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ന്യൂമ എന്നുള്ള വാക്ക് എവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു അവിടെ എല്ലാം പുറത്തേക്ക് വിട്ട ശ്വാസത്തിനാണ് ന്യൂമ എന്നുള്ള വാക്ക് ഉച്ചരിച്ചിരിക്കുന്നത്. അപ്പോൾ സായിപ്പ് അത് എഴുതി വന്നപ്പോൾ സായിപ്പ് അകത്തേക്കെടുത്ത ശ്വാസമായിപ്പോയി. അത് അവർക്ക് തെറ്റിപ്പോയതാ. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്കതല്ലായിരുന്നു. അതാണ്
അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് ആ പദം ന്യൂമാറ്റോസ് എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം പുറത്തേക്ക് വിട്ട ശ്വാസം, ദൈവത്തിന്റെ ശ്വാസമാണ് ദൈവത്തിന്റെ വചനം. ആ ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തോത്രം. ഇനി ഇവിടെ ഈ ന്യൂമാറ്റോസ് എന്നുള്ള ഈ പദം വേദപുസ്തകത്തിൽ വേറെ എങ്ങും കാണുന്നില്ല എന്ന് വേണം പറയാൻ. അതിന് ഞാനൊരു ഉദാഹരണമല്ല, അതിന് ഒരു വാക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിന്റെ ഇംഗ്ലീഷ് വാക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തുള്ളൂ. അത് ഒരു മിനിറ്റ് ഞാൻ എടുത്തുകൊള്ളട്ടെ. അതിന്റെ അല്ല, ഞാൻ ആ ഗ്രീക്ക് വാക്ക് വെയിറ്റ്, ഒരു മിനിറ്റ്. ശരി, ഇപ്പം നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്ന ന്യൂമ എന്നൊരു വാക്കിന് മുൻപായിട്ട് ശരിക്കും പറഞ്ഞാൽ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇൻസ്പിറേഷൻ എന്നുള്ള പദത്തിന്റെ യഥാർത്ഥ പദം ഞാൻ ഒന്ന് പറയാം. എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. തിയോന്യൂറ്റോസ് എന്നൊരു വാക്കാണ്. THEOPNEUSTOS. തിയോന്യൂസ്റ്റോസ്. എഴുതിയോ? THEOPNEUSTOS. ദൈവനിശ്വാസ്യതയുടെ അല്ലേ? അതെ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിന്റെ ന്യൂമ. അപ്പൊ ഈ വാക്ക് വേറെ എങ്ങും നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. ഈ തിയോന്യൂസ്റ്റോസ് എന്നുള്ള വാക്ക് വേറെ എങ്ങും കാണാൻ സാധിക്കത്തില്ല. വേദപുസ്തകത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്ക് പറയുന്നൊരു പേരുണ്ട്. ഹെപ്പാക്സ്ലോഗമിന എന്നുള്ള വാക്കാണ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹെപ്പാക്സ്ലോഗമിന. അതിന്റെ എഴുതിക്കോട്ടെ. LOGAMINA. ഹെപ്പാക്സ്ലോഗമിന. വേദപുസ്തകത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ്. അത്തരത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് പദമാണ് തിയോന്യൂസ്റ്റോസ് എന്നുള്ള വാക്ക്, ദൈവശ്വാസീയം എന്നുള്ള വാക്ക്. തിയോന്യൂസ്റ്റോസ്. ഓക്കെ, ഞാൻ ഇനി ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം, ദൈവവചനം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് ദൈവത്തിന്റെ ശ്വാസമാണ്. ഇനി ഒരു വാക്ക് ഇംഗ്ലീഷിൽ ഞാൻ ചോദിക്കാൻ പോവാം. അതിന്റെ മലയാളം പറയാം, കുഴപ്പമൊന്നുമില്ല. ബൈബിൾ കണ്ടെയ്ൻസ് ദ വേർഡ് ഓഫ് ഗോഡ്. ബൈബിൾ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ബൈബിളിൽ ദൈവവചനമുണ്ട്, ബൈബിൾ ദൈവവചനമാണ്. ഏതാണ് അതിന്റെ ശരി? ഒന്ന് പറയാമോ? ബൈബിളിൽ ദൈവവചനമുണ്ട്, ബൈബിൾ ദൈവവചനമാണ്. ഏതാണ് അതിന്റെ ശരി? ബൈബിൾ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്ചർ അല്ലെങ്കിൽ തിരുവെഴുത്ത് എന്നൊക്കെ ആ ഒരു ഇൻവേർട്ടർ കോമ ഞാൻ അങ്ങ് ഇടുകയാണ്. ബൈബിളിൽ ദൈവവചനമുണ്ട്, ബൈബിൾ ദൈവവചനമാണ്.
ബൈബിളിൽ ദൈവവചനമുണ്ട്. ഓ എന്റെ കർത്താവേ സ്തോത്രം. ബൈബിളിൽ ദൈവവചനം ഉണ്ടല്ലേ? അപ്പൊ സാത്താന്റെ വാക്കുകൾ ഉണ്ടെന്നാണല്ലോ നിങ്ങൾ അതിന്റെ കൺക്ലൂഷൻ വരുന്നത്. അൺമ്യൂട്ട് ചെയ്ത് പറയാം. അൺമ്യൂട്ട് ചെയ്ത്. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. കേട്ടില്ല. ബൈബിൾ ദൈവവചനം. ബൈബിൾ ദൈവവചനമാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും അതിനോട് എതിരഭിപ്രായം ഉള്ളവരുണ്ടോ? ബൈബിളിൽ ദൈവവചനമുണ്ട്. ബൈബിൾ സാത്താൻ പറഞ്ഞതുകൊണ്ട്, നല്ലവൻ പറഞ്ഞതുകൊണ്ട്, മോശപ്പെട്ട ആൾക്കാർ പറഞ്ഞതുകൊണ്ട്, അങ്ങനെ പല ആളുകൾ പറഞ്ഞതുണ്ട്. അതാരാ പറയുന്നേ? സൈജു കെ മാത്യു. ഓക്കെ ഓക്കെ. ലോകപ്രശസ്തന്റെ വിശ്വപ്രസിദ്ധനായ വേദ പണ്ഡിതൻ എന്ന കാലഘട്ടത്തിൽ വിശേഷിപ്പിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചില സമയം അറിയായിരിക്കും, കാർൽ ബാർത്ത് എന്നുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന് ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തിയോളജിക്കൽ വാക്കായിരുന്നു, ബൈബിൾ ഈസ് നോട്ട് ദ വേർഡ് ഓഫ് ഗോഡ് ബട്ട് ബൈബിൾ കണ്ടെയ്ൻസ് ദ വേർഡ് ഓഫ് ഗോഡ്. ബൈബിൾ എന്ന് പറയുന്നത് ദൈവവചനം, ദൈവത്തിന്റെ വചനം അല്ല, ബൈബിളിൽ ദൈവവചനമുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഏത് വാക്കിലാണ് എന്നാണ്. ഇപ്പോൾ സൈജു കെ മാത്യു സാറ് പറഞ്ഞത് ബൈബിളിൽ ദൈവവചനമുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ മറ്റുള്ള ഒരു കാരണം സാത്താൻ പറഞ്ഞതുകൊണ്ട്, മറ്റുള്ള ചീത്ത മനുഷ്യര് ഉണ്ട് എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സാത്താൻ പറഞ്ഞതൊക്കെ കീറിക്കളഞ്ഞ വല്ല കുഴപ്പമുണ്ടോ? സാത്താൻ പറഞ്ഞ ഭാഗവും നമുക്ക് വേണ്ട എന്നിരിക്കട്ടെ. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ വന്നേ. ഇത് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന വേദ പുസ്തകം ഉള്ളത് ആകുമ്പോൾ സാത്താന്റെ ആണോ? അല്ല, സത്യവേദ പുസ്തകം വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നു. അല്ല, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മള് അത് പണ്ടാണ്ട് പറഞ്ഞ പോലെ ബൈബിൾ എന്ന് പറഞ്ഞ പദം ബൈബിളിലുണ്ടോ? അപ്പൊ ഒരു മിടുക്കനായ കുട്ടി പറഞ്ഞു, ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ താളിലുണ്ട് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് അവിടെ കിടപ്പുണ്ട്. അത് നമ്മുടെ വേദപുസ്തകത്തിന് 1-ാം പേജിൽ തന്നെ. ഒരു മിനിറ്റ്. അങ്ങനെ പറയുകയുണ്ടായി. എന്താണ് ഇത്? വലിയ തിയോളജിക്കൽ ദൈവശാസ്ത്രപരമായ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് ഡിസ്കസ് ചെയ്യാന്നുള്ള കാര്യമുള്ളൂ കേട്ടോ. നിങ്ങളാരും എന്നാ പറയുന്നത്, ഒരു റെക്കോർഡഡ് ക്ലാസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആശയങ്ങൾ പറയുന്നതിനൊന്നും കുഴപ്പമില്ല. സന്തോഷ് പാഷക്കൊക്കെ പറയാനുള്ള അവസരമുണ്ട്. ഞാൻ പറഞ്ഞത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ബൈബിളിൽ ദൈവവചനമുണ്ട്. ഇതാണ് കാർൽ ബാർത്ത് പറഞ്ഞത്. പക്ഷെങ്കിൽ നമ്മുടെ വേദപുസ്തകം എന്ന് പറയുന്നത്, നമ്മൾ എന്നാ പറയുന്നേ, ഇവിടെ പറയുകയാണ് എല്ലാ തിരുവെഴുത്തുകളും അതിൽ ബൈബിളില് നമ്മൾ പറയുന്നത് വാക്കുകൾ, ദി വേർഡ്സ്, ദി ഗ്രാമർ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ ശ്വാസമാണ്. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ ചോദ്യം പിന്നെയും കിടപ്പുണ്ട്, പിന്നെ എങ്ങനെയാ സാത്താൻ പറഞ്ഞ കാര്യം ദൈവവചനമാകുന്നത്? പിന്നെ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്, ഹാനോക്കിന്റെ പുസ്തകത്തിൽ കാണുന്നു. ഹാനോക്കിന്റെ പുസ്തകം നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് പല വിമർശകരെ വേദപുസ്തകം ക്രിട്ടിക്കലായിട്ട്, നമ്മൾ അങ്ങനെ ക്രിട്ടിക്കലായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ വേദപുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. ആഗൂറിന്റെ പുസ്തകം, പ്രോവർബ്സിൽ, ഇല്ലെങ്കിൽ നീതിമൊഴികളിൽ നിന്ന് മലയാളത്തിൽ എന്തുവാ, സദൃശവാക്യങ്ങൾ, സദൃശവാക്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതൊക്കെ ഹാനോക്കിന്റെ പുസ്തകം, ഞാൻ ദൈവനിശ്വാസിയുടെ എന്താണെന്ന് ഞാൻ പറയാം, എന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ഇതൊന്ന് ചിന്തിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ള
വാക്കുകളൊന്നും ഞാൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള വചനങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. ഈ ഒരു ഭാഗം മാത്രം ആണ് ഞാൻ എടുക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ കാരണം, ആ ഒരു ഒറ്റ വാക്ക് ഒരു ക്ലാസ്സിനല്ല, പല ക്ലാസ്സിനുള്ളതുണ്ട്. ഇൻസ്പിറേഷൻ എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞാൽ വേദശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ്. അതുകൊണ്ടാണ് ഞാൻ ശകലം സമയം എടുത്തത്. നിങ്ങൾക്ക് സ്വന്തമായി പഠിക്കുവാനുള്ള ഒരു 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 ഭാഗം കൂടെയാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എന്താണ് ഈ പറയുന്ന വാക്കിന്റെ അർത്ഥം? ശരിക്കും ഗോഡ് ബ്രെത്ത്. ഇനി അതും കൂടെ താഴോട്ടൊന്ന് വരാം. ദൈവനിശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ചും തികഞ്ഞവനാകേണ്ട ഉപദേശത്തിന്, ശാസനത്തിനും കുടീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിന് പ്രയോജനമുള്ളതാകും. ഓക്കെ, അപ്പോൾ വാക്യം ഇങ്ങനെയാണ്, ദൈവനിശ്വാസ്യം. ശരി, നമുക്ക് ആ ഭാഗത്തിലേക്ക് വരാം. എന്താണ് ഈ ഭാഗത്തിന്റെ അർത്ഥം, ഇതിന്റെ അർത്ഥം? ഇനി എഴുത്തുകാരുടെ കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന്റെ ശ്വാസം എങ്ങനെയാണ് എഴുത്തുകാർ, 40ഓളം വരുന്ന എഴുത്തുകാർ ഇത് ഒപ്പിയെടുത്തത്? ഇതെങ്ങനെയാണ് 40ഓളം വരുന്ന എഴുത്തുകാർ ഇത് ദൈവത്തിന്റെ ശ്വാസം എങ്ങനെയാണ് അവർ കണ്ടെത്തിയത്, അവർ മനസ്സിലാക്കിയത്? 3-4 തിയറീസ് ഉണ്ട്. അതൊക്കെ വലിയ എന്ന് പറഞ്ഞാൽ അത് വേദശാസ്ത്രത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഡിക്റ്റേഷൻ തിയറി എന്ന് പറയും. അത് എനിക്ക് തോന്നുന്നു ഖുറാൻ വിശ്വസിക്കുന്നവർ പറയുന്നത് അള്ളാഹ് മുഹമ്മദ് നബിക്ക് ഡിക്റ്റേറ്റ് ചെയ്ത, പറഞ്ഞു കൊടുത്ത വാചകങ്ങൾ അദ്ദേഹം എഴുതിയതാണെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, വേദപുസ്തകം അങ്ങനെയാണോ? ഈസ് ഇറ്റ് എ ഡിക്റ്റേഷൻ തിയറി? മോശയോട് പറഞ്ഞു, മോശെ ദേ എഴുതിക്കേ, തുടങ്ങിക്കേ. ആദിയിൽ മോശ എഴുതി, ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു. ഇതായിരുന്നോ നിങ്ങളുടെ ചിന്ത? എങ്ങനെയാ? ഡിക്റ്റേഷൻ ആയിരുന്നോ? പൗലോസ് എന്ന് പറയാോ? ചില അൺമ്യൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ല, ഡിക്റ്റേഷൻ അല്ല. ഡിക്റ്റേഷൻ അല്ലെന്ന് ഒറ്റ വാക്കിലൊക്കെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പം പക്ഷെ എന്തായാലും അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മോശ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് പറയുമ്പോഴത്തേന് മോശയ്ക്ക് എവിടുന്ന ഈ ജ്ഞാനം കിട്ടിയത്? മോശയ്ക്ക് എവിടുന്ന ആദാമിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കിയത്? മോശയ്ക്ക് എവിടുന്ന ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഉണ്ടായിരുന്നു മനസ്സിലാക്കിയത്? എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞാൽ മോശ എഴുതി തുടങ്ങുന്നത്. അതും പ്രത്യേകിച്ച് മോശയല്ല ആദ്യം എഴുതുന്നത്, ഇയ്യോബാണ് ഒന്നാമത് എഴുതുന്നത്. ഇയ്യോബിന്റെ പുസ്തകമാണ് ഒന്നാമത്തെ പുസ്തകം. ഇയ്യോബിന്റെ പുസ്തകം ഒന്നാമത്തെ പുസ്തകമാണെന്ന് പറയാൻ കാരണം എന്നാണ്? ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് തനിക്കും തന്റെ മക്കൾക്കും വേണ്ടി യാഗം കഴിച്ചതായിട്ട് കാണുന്നുണ്ട്. മോശയുടെ കാലം വന്നപ്പോൾ അത് ന്യായപ്രമാണമുണ്ടായി. പ്രത്യേക ഒരു ഗോത്രത്തിലേക്ക് യാഗം കഴിക്കുന്ന ഇല്ലെങ്കിൽ യാഗം കഴിക്കേണ്ടത് പ്രത്യേക ഒരു ഗോത്രത്തിലേക്ക് ആ ശുശ്രൂഷ നിർവഹിക്കപ്പെടുകയാണ്, ലേവി ഗോത്രത്തിലേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അബ്രഹാമിന്റെ കാലത്ത് ജീവിച്ച ഒരു ഭക്തനാണ്, അല്ലെ മൽക്കീസദേക്കിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ഭക്തനായിരിക്കാം ഇയ്യോബ്. അതുകൊണ്ടാണ് ഇയ്യോബ് ആദ്യമായി എഴുതിയത് എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും പറയണമെങ്കിൽ യഥാർത്ഥമായ കാരണം ഉണ്ടാകണം. അപ്പോൾ ഇയ്യോബ് തുടങ്ങി മോശ തുടങ്ങിയുള്ള ആളുകൾ, അവരെ ദൈവത്തിന്റെ ശ്വാസം എന്ന് പറയുമ്പോൾ അവരെങ്ങനെയാണ് ദൈവവചനം എഴുതിയത്? വലിയ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളോട് മോശ ഈ പുസ്തകം എഴുതിയെങ്കിൽ മോശയുടെ മരണം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലേ? മോശയുടെ പുസ്തകത്തിൽ ചിലർക്ക് അറിയാം എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, പഞ്ചഗ്രന്ഥങ്ങൾ മോശ എഴുതിയതാന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ആവർത്തന പുസ്തകം അവസാന വാക്യത്തിൽ മോശയുടെ മരണമുണ്ട്. അതെങ്ങനെയാ മോശയുടെ മരണം രേഖപ്പെടുത്തിയത്? എന്താ കേട്ടില്ല? യോശുവ രേഖപ്പെടുത്താൻ കഴിയില്ലേ? അല്ല, മോശ എഴുതിയതാണെന്നാണല്ലോ പറയുന്നത് ആവർത്തന പുസ്തകം മോശ എഴുതിയതാണെന്നുണ്ടെങ്കിൽ മോശയുടെ മരണം ആവർത്തന പുസ്തകത്തിൽ എങ്ങനെ വന്നു എന്നാണ് എന്റെ ചോദ്യം. എന്തുകൊണ്ടാണ്? അല്ല, നമ്മളോട് ചോദിക്കുമ്പോൾ മറുപടി പറയണ്ടേ? അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം. വേദപുസ്തകത്തിലെ
പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ഒരു പുസ്തകമല്ല. യഹൂദന്റെ നിയമപുസ്തകമാണ്, ന്യായപ്രമാണമാണ്. അന്നത്തെ കാലത്ത് ഒരു നിയമപുസ്തകം ആയിട്ട് അംഗീകരിക്കണമെങ്കിൽ എഴുതിയ വ്യക്തിയുടെ മരണം കൂടി അതിന്റെ ഏറ്റവും ഒടുവിലായിട്ട് രേഖപ്പെടുത്തണം എന്നുള്ളത് അക്കാലത്തിലെ നിലനിന്നിരുന്ന ഒരു നിയമമായതുകൊണ്ടാണ് അവസാന പുസ്തകത്തിൽ മോശയുടെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേണമെങ്കിൽ ചരിത്ര പുസ്തകമായ യോശുവയുടെ പുസ്തകത്തിന്റെ ആരംഭത്തിൽ വേണമെങ്കിൽ ജോഷുവയ്ക്ക് മോശയുടെ മരണം രേഖപ്പെടുത്താമായിരുന്നു. എന്നാൽ യോശുവ ആണ് എങ്കിൽ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, യോശുവ മോശയുടെ മരണം ന്യായപ്രമാണ പുസ്തകം അല്ലെങ്കിൽ ആവർത്തന പുസ്തകത്തിന് ഒടുവിൽ ചേർക്കുന്നതിന്റെ കാരണം ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ദ ലോ ബുക്ക് ഓഫ് ജീവിഷ്, യഹൂദന്മാരുടെ നിയമപുസ്തകമായിട്ട് ന്യായപ്രമാണമായിട്ട് അതിനെ അംഗീകരിക്കണമെങ്കിൽ എഴുതിയ ആളുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം രേഖപ്പെടുത്തണമെന്ന അക്കാലത്തിൽ ഒരു നിയമമുള്ളത് കൊണ്ടാണ് മോശയുടെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ന്യായപ്രമാണ പുസ്തകങ്ങൾ എന്ന് ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള പുസ്തകങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരി, നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ആദാമിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം പറഞ്ഞു കൊടുത്തോ, ആദാം എന്ന് പറഞ്ഞൊരു വ്യക്തി ജീവിച്ചിരുന്നു, ഹവ്വ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഞാനാണ് ഉണ്ടാക്കിയത്. പിന്നെ എവിടുന്നാണ് മോശയ്ക്ക് ഈ കണ്ടെത്തലുകൾ ഉണ്ടായത്? ആരും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ നിങ്ങളുടെ വിശ്വാസം എല്ലാം കടന്നു തോന്നുന്നു. ഇതിലും ഭേദമല്ല നിരീശ്വരവാദി ആയിരിക്കുന്നതാണ് നല്ലത്. എന്തോ പരിശുദ്ധാത്മാവ് നിയോഗത്താൽ എഴുതിയതാണ്. പരിശുദ്ധാത്മാവ് നിയോഗത്താൽ, അതിലേക്ക് ഞാൻ വരാം. ശരിക്കും പറഞ്ഞ യെസ്. പക്ഷെങ്കിൽ ഓക്കെ, എത്രമാത്രം നിയോഗം ഉണ്ടെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസ്യത, നമുക്ക് പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണം. പക്ഷെങ്കിൽ ശാസ്ത്രപരമായിട്ട് ഈ പുസ്തകം വിധേയപ്പെടുത്തേണ്ടതാണ്, വിലയിരുത്തപ്പെടുത്തേണ്ടതാണ്. ശാസ്ത്രീയമായി ഇതിന് മറുപടി കൊടുക്കേണ്ടത് കൂടിയാണ്. നമ്മൾ വെറുതെ പരിശുദ്ധാത്മാവാണ് ഇത് എഴുതിയത് ഇല്ലെങ്കിൽ നിയോഗത്തിൽ എഴുതിയതാണെന്ന് പറഞ്ഞാൽ ശാസ്ത്രലോകം ഇത് അംഗീകരിക്കത്തില്ല. അപ്പോൾ ശാസ്ത്രീയമായി, സാമൂഹികമായി ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ ഇത് ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടണമെങ്കിൽ സയന്റിഫിക്കലി ഇറ്റ് ഷുഡ് ബി പ്രൂവ്ഡ്. ശാസ്ത്രീയമായി അത് തെളിയിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെയാണ് ദൈവനിശ്വാസ്യത. ഓക്കെ, ഇവിടെയാണ് ദൈവനിശ്വാസ്യത. അപ്പോൾ എന്താണ് ദൈവനിശ്വാസ്യത? മോശ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ എഴുത്തുകാർക്കും ഞാൻ പറയാൻ പോകുന്ന കാര്യം ബാധകമാണ്. അവര് പേന എടുത്ത് എഴുതുമ്പോൾ അവരുടെ ബുദ്ധി, അവരുടെ ഇന്റലക്ട്, അവരുടെ സാമർഥ്യം, അവരുടെ ലിറ്റററി സ്റ്റൈൽ, അവർക്ക് എഴുതുവാനുള്ള ആ കഴിവ്, അവരുടെ ചരിത്രപരമായ അറിവുകൾ, അവര് കേട്ടറിഞ്ഞത്, കണ്ടു മനസ്സിലാക്കിയത്, ഇതെല്ലാം അവരെഴുതാൻ ആരംഭിച്ചു. പക്ഷെങ്കിൽ എഴുതാൻ ആരംഭിച്ചപ്പോൾ അക്കാലത്തിൽ മോശയോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുത് അങ്ങനെ എഴുത് എന്നൊരു നിയോഗം കൊടുത്തിട്ടില്ല. അതിലേക്ക് ഞാൻ വരാം. എന്താണ് ശരിക്കും സംഭവിച്ചതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. മോശയ്ക്ക് ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഗാന്ധിജിയെ നിങ്ങളുടെ ഞാൻ കണ്ടിട്ടില്ല, എന്നാണേലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടു എന്ന് ഇല്ലെങ്കിൽ ഉണ്ടെന്ന് പറയുന്നതിന്റെ ഒറ്റ കാരണം ചരിത്രമാണ്. ചരിത്രത്തെ ഒരിക്കലും നിഷേധിക്കാൻ കഴിയത്തില്ല. മോശയുടെ കാലം വന്നപ്പോൾ മോശയ്ക്ക് ഓറൽ എവിഡൻസ്, ഓറലായിട്ട് പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ പറഞ്ഞു കേട്ട കാര്യങ്ങളാണ് മോശ എഴുതിയത്. പക്ഷെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് മോശ അങ്ങനെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ മോശ വേദപുസ്തകത്തിൽ പകർത്താൻ തുടങ്ങിയപ്പോൾ
അവിടെ നടന്ന ഒരു കാര്യമാണ് ദൈവനിശ്വാസ്യത എന്ന വാക്കിനർത്ഥം. സൂപ്പറിൻറ്റൻഡന്റ് എന്നൊരു പദം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. സൂപ്പറിൻറ്റൻഡന്റ്. നമുക്ക് സൂപ്പറിൻറ്റൻഡന്റ് എന്നുള്ള പദം എന്ന വാക്ക്, നിങ്ങളൊരു തൊഴിലാളി ആയിരിക്കാം. നിങ്ങളൊരു തൊഴിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ കഴിവുകളും സാമർഥ്യവും നിങ്ങളുടെ സ്കില്ലൊക്കെ ഉപയോഗിക്കാം. പക്ഷേ സൂപ്രണ്ട് പറയുന്നതിനപ്പുറത്തോട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ ഏറ്റവും നല്ല എഴുത്തുകാരനായിരിക്കാം, ഏറ്റവും നല്ല ജ്ഞാനിയായിരിക്കാം. പക്ഷെ എന്തെഴുതണം എന്ന് പറയുന്നത്, എന്തെഴുതണം എന്നുള്ളത് സൂപ്രണ്ടാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പരിശുദ്ധാത്മാവ്, ദൈവം സൂപ്രണ്ടന്റ് ചെയ്തു. പക്ഷെങ്കിൽ എഴുതിയത് മോശയാണ്. അദ്ദേഹത്തിന്റെ കേട്ടറിവ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എഴുതാനുള്ള കഴിവുകൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രപരമായ അറിവുകളും ചരിത്രപരമായ സാഹിത്യങ്ങളും ഒക്കെ തന്നെ മോശ ഉപയോഗിച്ചിരുന്നുവെങ്കിലും അവിടെ ഒരു സൂപ്രണ്ടന്റ് നടന്നിരുന്നു. അതാണ് ദൈവനിശ്വാസീയത. പൗലോസ് എഴുതുമ്പോഴും പ്രവാചകന്മാർ എഴുതുമ്പോഴും എല്ലാം God supervised what they were writing. ദൈവം അവിടെ സൂപ്പർവൈസ് ചെയ്തിരുന്നു. അല്ലാതെ ഒരു പേന എടുത്തപ്പോൾ ഒരു മിഷൻ പോലെ കൈ പോവുകയല്ലായിരുന്നു. അവരുടെ ജ്ഞാനം, അവരുടെ അറിവ് എല്ലാം ഉണ്ടായിരുന്നു അതിൽ. പക്ഷെങ്കിൽ അവിടെയൊക്കെ ദൈവം സൂപ്പർവൈസ് ചെയ്തു. അതുകൊണ്ടാണ് ഇത് ദൈവവചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ജീവനും ചൈതന്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ 40ഓളം എഴുത്തുകാർ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, 1400 വർഷങ്ങൾ കൊണ്ട് എഴുതി തീർത്ത പുസ്തകമാണ് വേദപുസ്തകം. 40ഓളം എഴുത്തുകാർ. എന്നാൽ നിങ്ങൾ അടച്ചിട്ടൊരു മുറിയിൽ ആ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഒറ്റ ഇരിപ്പിനൊന്ന് വായിച്ചു നോക്കിയേ. ആരോ ഒരാൾ ആ പുസ്തകം എഴുതിയതുപോലെ നമുക്ക് തോന്നിക്കും. അതാണ് ഇത് ദൈവവചനമാണെന്ന് പറയുന്നതിന് ഏറ്റവും വലിയ കാര്യം. അതാണ് ഗോഡ് സൂപ്പർവൈസർ. 1400 വർഷങ്ങൾ കൊണ്ട് എഴുതി തീർത്ത പുസ്തകമാണെന്ന് ഒറ്റ വായനയിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയത്തില്ല. കാരണം ഇതിൽ കേന്ദ്രീകരിക്കുന്നത് ഒറ്റ വ്യക്തിയെയാണ്. അത് നസറയനായ യേശുക്രിസ്തുവിനെ പറ്റിയാണ്. സ്തോത്രം. അപ്പോൾ നമ്മള് ഇതിന്റെ ഒരു ഗ്രീക്ക്, ഇതിന്റെ ഒരു അനാലജി, ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഒരു കപ്പൽ, ആ കപ്പൽ തിരമാലകളിൽ അകപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? നങ്കൂരം എടുത്ത് താഴോട്ടിടും. ആ നങ്കൂരം താഴെ പോയി അതൊരു ലാൻഡ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം തിരമാലകൾ ഉണ്ടെങ്കിലും ആ കപ്പൽ നിൽക്കുന്നത് പോലെ ഏതോ ഒരു നങ്കൂരം ഈ എഴുത്തുകാരെ നിയന്ത്രിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. അതുകൊണ്ടാണ് പറയുന്നത് തലാസ എന്ന് പറയുന്നത്. ഒരു ഷിപ്പ് നങ്കൂരമിടുമ്പോൾ ആ നങ്കൂരത്തിൽ തന്നെ ആ ഷിപ്പ് ഇല്ലെങ്കിൽ ആ കപ്പൽ അതിന്റെ പ്രതലത്തിൽ നിൽക്കുന്നത് പോലെ തന്നെ എത്രമാത്രം അവരെ സൂപ്പർവൈസ് ചെയ്ത ആ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന്റെ പുറത്തേക്ക് അവർ പോയിട്ടില്ല. അവരതിൽ തന്നെ വിധേയപ്പെട്ടാണ് ഈ വേദപുസ്തകം നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. ശരി, ഇനി ഞാൻ പറഞ്ഞ പഴയ ചോദ്യത്തിലേക്ക് വരികയാണ്. സാത്താൻ പറഞ്ഞ വാക്കുകളോ? ഇതിനകത്ത് ദൈവവചനമാണെന്നാണ് പറയുന്നത്. സാത്താൻ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അത് ദൈവവചനമാണോ? അതുകൊണ്ടാണ് കാറൽ ബാത്ത് പറഞ്ഞത് ബൈബിളിൽ ദൈവവചനമുണ്ട്, ബൈബിൾ ദൈവവചനമല്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സാത്താൻ പറഞ്ഞ വാക്ക് എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ വന്നത്? അത് ദൈവമാ പറഞ്ഞത്. എന്തിനു വേണ്ടി? നമ്മൾ മുൻകരുതെടുക്കുവാൻ. സാത്താൻ ലോകത്തെ പാപത്തിലേക്ക് കൊണ്ടുപോയത് എപ്രകാരമാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി സാത്താൻ പറഞ്ഞ കാര്യങ്ങൾ ദൈവം കൊണ്ടുവന്നതാണ്.
അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം ദി വേർഡ്, ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്, ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. വേദപുസ്തകം എന്ന് പറയുന്നത് അത് ദൈവവചനം തന്നെയാണ്. അത് ഒരു മാറ്റവുമില്ല. ബൈബിളിൽ ദൈവവചനം ഉള്ളത് അത് തെറ്റായ വാക്കാണ്. കാറൽ ബാത്തിന് ഏറ്റവും വലിയ ഒരു തെറ്റുപറ്റി. അവിടെ ലോകപ്രശസ്തരായ പ്രസിദ്ധരായ ദൈവശാസ്ത്രത്തിന് ഉണ്ടായ ഏറ്റവും വലിയ അബദ്ധമാണ് ബൈബിളിൽ ദൈവവചനം ഉണ്ട് എന്ന് പറഞ്ഞത്. അതിന്റെ പിറകെ അനേക ആയിരങ്ങൾ പോയെങ്കിലും നാം വിശ്വസിക്കേണ്ടത്, ഒരു യഥാർത്ഥ ആത്മീയൻ വിശ്വസിക്കേണ്ടത്, ദൈവമക്കൾ വിശ്വസിക്കേണ്ടത് ഫ്രം ദ ബിഗിനിങ്, ആദിയിൽ തൊട്ട്. ആമേൻ ആമേൻ. കർത്താവെ വരയണമേ എന്ന് യോഹന്നാൻ പറയുന്നത് വരെയുള്ള വാചകം മുഴുവനും, എല്ലാ തിരുവെഴുത്തുകളും ദ ഗോഡ് ബ്രെത്ത്, ദൈവത്തിന്റെ ശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അത് ഇൻസ്പിറേഷൻ എന്നുള്ള വാക്ക് തെറ്റാണ്. പ്നീമാറ്റോസ്, ദൈവത്തിന്റെ പുറത്തേക്ക് വിട്ട ശ്വാസമാണ്. അത് എന്തിനു വേണ്ടിയാണെന്നാണ് പറയുന്നത്? എല്ലാ തിരുവെഴുത്തുകൾക്കും സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച തികഞ്ഞവനാകേണ്ടതിന്. തികഞ്ഞവൻ. പൗലോസ് 2 പ്രാവശ്യം ഈ വാക്ക് ഉച്ചരിക്കുന്നുണ്ട്. ടു ബി പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ തികഞ്ഞവനാകേണ്ടതിന്, സകല സൽഗുണപൂർത്തിയും പ്രാപിച്ച് വകതിരിവ് പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടത് എന്നുള്ളൊരു പദം പൗലോസ് ആവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിമോത്തിയോസിനോട് നമ്മൾ ക്രിസ്തുവിൽ തികയുവാൻ വേണ്ടിയാണ് ദൈവവചനം നമ്മളെ തന്നിരിക്കുന്നത്. തികഞ്ഞവനാകേണ്ടതിന്, ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഞാൻ ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമുണ്ട്. സാധാരണ നമുക്കൊക്കെ 66 പുസ്തകം ലഭിച്ചിട്ടും ചിലപ്പോഴൊക്കെ ഈ 66 പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഞാൻ 2 ദിവസം ഇന്നലെ തമിഴ്നാട്ടിലൊരു ദൈവസഭയിൽ ശുശ്രൂഷിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഒരു ഗ്രാമത്തിലെ സഭയാണ്. ഞാൻ ആദ്യം എനിക്ക് അവരുടെ പൾസ് മനസ്സിലാക്കി ഞാൻ വളരെ ചെറിയ ഒരു സബ്ജക്റ്റ് എടുത്തു. ചെറിയ സബ്ജക്റ്റ് ആണെങ്കിലും അത്യാവശ്യം ചിന്തനീയമായ ഭാഗങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെ കുറച്ച് ഞാൻ കട്ടികൂട്ടി. 3-ാമത് ഞായറാഴ്ച രാവിലെ ആയപ്പോഴത്തേന് പഴയ നിയമഭാഗത്തിൽ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് വരെയും അതൊക്കെ കേട്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു വാക്യങ്ങളുണ്ടോ, അങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ടോ എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണം ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞത്, നമ്മൾ പലപ്പോഴും ദൈവവചനത്തോടുള്ള ഈ അവഗണന, അത് ദൈവത്തോടുള്ള അവഗണനയാണ്. ഒന്ന്. രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കണം. ചിതറിപ്പാർത്ത ദൈവസഭയ്ക്ക് ഏറെക്കുറെ 4 എന്താ പറയുന്നേ ലേഖനങ്ങളൊക്കെയാ പോയേക്കുന്നത്. ഒന്ന് യൂദയുടെ ലേഖനം, പത്രോസ് ലേഖനങ്ങള്, ഇതൊക്കെ ചിതറിപ്പാർത്ത ദൈവസഭയ്ക്ക് കിട്ടിയ ലേഖനങ്ങൾ. ഞാൻ ഓർക്കുകയാണ്, നമുക്കൊക്കെ ഈ 66 പുസ്തകവും ഈ 8 പുസ്തകവും നമ്മുടെ കയ്യിലുണ്ട്. ഒരു 8 പുസ്തകം, വലിയ പുസ്തകം. ചിതറിപ്പോയ സഭകൾക്ക് ഒറ്റ പേപ്പറേ ഉണ്ടായിരുന്നുള്ളൂ, യൂദയുടെ ഒരു ലേഖനം, ഒറ്റ അധ്യായം. കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നാലും യൂദ, ഞായറാഴ്ച യൂദ, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നാലും യൂദയുടെ ലേഖനം. ഇനി ഒരു കാര്യം കൂടെ പറയാം. പീഡിപ്പിക്കാൻ വന്നപ്പോഴും ഒറ്റ പേപ്പറിന് വേണ്ടി നെഞ്ചു വിരിച്ച് രക്തം കൊടുത്തവരാണ് നമ്മുടെ പിതാക്കന്മാർ. ഒറ്റ പേപ്പറിന് വേണ്ടി. കാരണം അവർക്കറിയാം ആ ദൈവവചനത്തിന്റെ വിലയുടെ ആഴം എത്രയാണ്. ഒറ്റ പേപ്പറിന് വേണ്ടി, യൂദ എന്നുള്ള ഒറ്റ പേപ്പറിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ചവരാ നമ്മുടെ പിതാക്കന്മാർ. നമുക്കൊക്കെ ഈ 66 പുസ്തകം കൈ കിട്ടിയിട്ട് ഞാൻ ഉൾപ്പെടെ ഞാൻ സ്വയം വിമർശനം നടത്തുകയാണ്. ഞാൻ അതിന്റെ മുകളിൽ നിന്ന് പൊട്ടി വീണ ആളൊന്നുമായിട്ടല്ല ഞാൻ പറയുന്നത്. ഞാനും സ്വയം വിമർശനം നടത്തുകയാണ്. പലപ്പോഴും ദൈവവചനത്തെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തോടെ കാണുകയോ വായിക്കുകയോ ചെയ്യാതെ അവഗണിക്കുമ്പോൾ ഓർത്തോണം, നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ഒരു ചുരുളിന് വേണ്ടി, ഒറ്റ പേപ്പറിന് വേണ്ടി അവരുടെ ജീവൻ പണയം വെപ്പിച്ചവരാണ്. സ്തോത്രം. കർത്താവ് ഇത് ദൈവത്തിന്റെ വചനമാണെന്നും വലിയൊരു സത്യമാണ് തിമോത്തിയോസിനോട് പൗലോസ് തന്റെ അവസാന നാളിൽ പറഞ്ഞത്. ഇറ്റ് ഈസ് ദി ബ്രത്ത്, പുറത്തേക്ക് വിട്ട ഒരു ശ്വാസമാണ്, പുറത്തേക്ക് വിട്ട ശ്വാസമാണ് ദൈവവചനം. ഈ ദൈവവചനം പഠിക്കുവാൻ, ചിന്തിക്കുവാൻ, ഗ്രഹിക്കുവാൻ കർത്താവ് നമുക്ക് ഈ ആയുസ്സിൽ ഒരു വലിയ ഭാഗ്യം തന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇവരെയും അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഈ ഭാഗത്തിൽ. കാരണം
ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അത് നിങ്ങൾക്ക് വീണ്ടും അത് പഠിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. താങ്ക് യു. സാറേ 8-ാം വാക്യം ഒന്ന് വിവരിക്കാമോ സാറേ? 8-ാം വാക്യം. സോറി, ഞാനത് ഭാഗം ഒന്ന് വായിക്കാമോ? എന്നേസു അല്ലെ? അതെ സാറേ. എന്നേസും എംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോടെ മറുത്തു നിൽക്കുന്നു. എന്നേസും എബ്രേസും അല്ലെ? ശരിക്കും ഇവരുടെ വാക്കുകളോ പേരുകളോ പഴയ നിയമ പുസ്തകത്തിൽ കാണാം. പക്ഷെങ്കിൽ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് അവർ പറയുന്നത് ഇവര് ഈജിപ്തിലെ കോടതിയുടെ മജീഷ്യൻ. ഒരു വാക്ക് വായിച്ചേ. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 11 വാക്കിന് വായിക്കാമോ? 7:11. 7:11. ഇപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ശുദ്ധക്കാരെയും വിളിപ്പിച്ചു. മിസ്രൈമ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അവർ ഓരോരുത്തർ താന്താന്റെ വടി നിലത്തിട്ടു. അവയും പെട്ടവരായിരിക്കാം എന്നേസും എബ്രേസും എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. അവര് അങ്ങനെയാണ് പൂർവ അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നതാണ് ഒരു കമന്ററിയിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞത്. അത്രേ ഞാനതാണ് മനസ്സിലാക്കുന്നത് ചെയ്തത്, ഞാനതാണ് വിശ്വസിക്കുകയും ചെയ്തത്. ഈജിപ്ഷ്യൻ മജീഷ്യന്മാരായിരിക്കാം എന്ന് പറഞ്ഞാൽ മന്ത്രവാദികൾ.